തിലകം കുടുംബ യൂണിറ്റ് കണ്ടു. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗിരീഷ് ഏടിയാണ് അതിൻ്റെ സംവിധാനം. പിന്നെ കിരൺ ജേസി അദ്ദേഹം രചനയും, ഗിരീഷ് ഏടിയും രചനയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ പറയുക, നിർമ്മാതാക്കളായിട്ട് ഫഹദ് ഫാസിൽ, ദിനേശ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ഭാവന സ്റ്റുഡിയോ എന്നിവരാണ് നിർമ്മാതാക്കൾ. പിന്നെ അഭിനേതാക്കൾ നമിത ബൈജു ഉണ്ട്, ബിന്ദു പണിക്കരുണ്ട്, പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട്, പിന്നെ പ്രേമലു ടീമുകാർ എല്ലാവരും ഇതിലുണ്ട്. പിന്നെ കുറച്ച് ഗ്യാപ്പിനിടയിൽ തണ്ണീർമത്തൻ ദിനങ്ങളിലെ ആ ടീച്ചറും ആ സാറും ഇതിലുണ്ട്, ഗിരീഷ് ഐഡിയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാനായിട്ട് ബൈജു പ്രണയവിലാസം എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമയാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടു, പിന്നെ തമിഴ് സിനിമയിലേക്കാണ് അധികം പോയത്. പ്രതിഷ്ഠയ്ക്ക് ശേഷവും ബേബി ഗേളിന് ശേഷവും നിവിൻ പോളിക്ക് കുറച്ച് താഴ്ന്ന ഇതാണ് കിട്ടിയിരിക്കുന്നത് സിനിമയിൽ നിന്ന്. അതായത് വലിയ സക്സസ് ആയിരുന്നില്ല ആ പടം. അപ്പം അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ അതിഗംഭീരമായിട്ട് അവർ നിവിൻ പോളിക്ക് ഓണത്തിന് ഒരു 100 കോടി അടിക്കാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമിത ബൈജുവും നിവിൻ പോളിയുടെയും കോംബോ നന്നായിട്ടുണ്ട്. പിന്നെ ഒരു കോളേജ് സീനുണ്ട്, അതിലത്തെ കോമഡിയൊക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അത് കൂടാഞ്ഞിട്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു സീനുണ്ട്, അതും നമ്മൾ JK കിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രേമലുവിലെ അദ്ദേഹം ഇതിൽ ഉണ്ട്, അവനും അതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കോമഡികളെല്ലാം അത്യാവശ്യം നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. വിനയ് ഫോർട്ടിൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെ പറയാം. വിനയ് ഫോർട്ടും ഫസ്റ്റ് ഹാഫിൽ കുറച്ചേ ഉള്ളെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം എല്ലാവരും പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുണ്ട്. കോമഡി എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. ഒരു കോമഡി പോലും പാഴായി എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നാച്ചുറൽ കോമഡിയാണ്. അതായത് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കോമഡിയാണ്. കോമഡിക്ക് വേണ്ടി കോമഡി എന്ന് ചെയ്തിട്ടില്ല. ഒരു നാച്ചുറൽ കോമഡി ആയിട്ട് തന്നെയാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആയാലും നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു പോരായ്മ, അത് കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ബൈക്ക് സീക്വൻസ് ഉണ്ട്, ബുള്ളറ്റ് റോട്ടിലൂടെ പാസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി തണ്ണീർമത്തൻ ദിനങ്ങളിലെ മാഷും ഈ പ്രദീപും കൂടിയിട്ടുള്ള ഒരു സീനാണ്. ആ സീനിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. എന്നാലും ആ ഒരു ജർഗിങ് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അത് ഇനിയിപ്പം ബൈക്ക് സീൻ എപ്പോഴും സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടിയിൽ മുകളിൽ ഇത് കെട്ടിവെച്ച് അങ്ങനെയുള്ള രീതിയിലാണ് കൊണ്ടുപോകാനുള്ള നോക്കുന്നത്. പക്ഷേ അതിൻ്റെ പോരായ്മ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം 100% അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. ഒരു ഫീൽ ഗുഡ് സിനിമ നിങ്ങൾക്ക് ഓണമായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണണമെന്ന് തോന്നിയാൽ ധൈര്യസമേതം ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ഒരു 100 കോടി ഉറപ്പുള്ള ഒരു സിനിമയാണ്. വെരി ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. നല്ലൊരു സിനിമ.